നമസ്കാരം. നടൻ വിനായകനോട് യോജിക്കാം, വിയോജിക്കാം. നടൻ പറയുന്നതിനെ ഉൾക്കൊള്ളാം, തള്ളിക്കളയാം. നടൻ എന്ന നിലയിൽ പോലും വിനായകനെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതും ഒരാളുടെ ചോയ്സാണ്. എന്നാൽ വിനായകൻ പറയുന്ന കാര്യങ്ങളിൽ ചിലത് നമുക്ക് തള്ളിക്കളയാനേ പറ്റില്ല. ഒരുപക്ഷെ അയാളത് പറഞ്ഞത് പോളിഷ്ഡായ സൊഫോസ്റ്റിക്കേറ്റഡായ ശൈലിയിലോ ഭാഷയിലോ ആവില്ല. എന്നാൽ എങ്ങനെ പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുന്നില്ല. നിരവധി വിഷയങ്ങളിൽ വിനായകൻ പ്രതികരിച്ചിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട്, അസഭ്യം പോലും പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെയും ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട് ചില നിരീക്ഷണങ്ങൾ. ചില നിലപാടുകളുടെ പേരിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾക്കും വിനായകൻ വിധേയനായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത്തരമൊരു നിരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് വിനായകൻ. യുവാക്കൾ സ്വന്തം നാടുപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന് നടൻ അഭിപ്രായപ്പെടുന്നുണ്ട്. കേരളത്തിൽ അർദ്ധരാത്രി ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്നാണ് വിനായകൻ ചോദിക്കുന്നത്. മലയാളി യുവാക്കൾ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് എന്ന ചോദ്യത്തിനാണ് വിനായകന്റെ വിശദീകരണം. വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല യുവാക്കൾ നാടുവിടുന്നതെന്നും സ്വാതന്ത്ര്യത്തിന് കൂടിയാണെന്നുമാണ് വിനായകൻ പറയുന്നത്. ഇത് താൻ നിരീക്ഷിച്ചു മനസ്സിലാക്കിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. എവിടെ പഠിച്ചാലും പഠനം നടക്കും. കൊച്ചിയിലുള്ള തോപ്പുംപടി പാലത്തിലൂടെ സ്ത്രീകൾക്ക് രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല. എന്നാൽ പാശ്ചാത്യ നാടുകളിൽ രാത്രി 12 മണിക്കാണെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ അവർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കഴുകന്മാർ ആക്രമിക്കാനെത്തും. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സ്ത്രീകൾ വിദേശത്തേക്ക് പറക്കുന്നത്. കുട്ടി വസ്ത്രങ്ങളിട്ട് വർക്കലയിൽ പോകാൻ കഴിയില്ല, എന്നാൽ അമേരിക്കയ്ക്ക് പോകാം. ആർട്ടിസ്റ്റുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് 2 പീസൊക്കെ ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ കേരളത്തിലെ ബീച്ചുകളിൽ നിന്ന് എന്തുകൊണ്ട് അത്തരത്തിലൊരു വസ്ത്രം ധരിച്ച് ആർക്കും പോസ്റ്റ് ഇടാൻ കഴിയുന്നില്ല? കേരള സമൂഹം അത്രയൊന്നും വളർന്നിട്ടില്ലെന്നും വിനായകൻ പറയുന്നുണ്ട്. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. മരണം വരെ സന്തോഷിക്കാനുള്ളതാണ് ജീവിതം. അതുകൊണ്ടാണ് കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പറക്കുന്നത് എന്ന് വിനായകൻ പറയുന്നു. മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷാ ചിത്രങ്ങളിലും വിനായകൻ തന്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷമാണ് സംവിധായകൻ നെൽസന്റെ ജയിലർ എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം വിനായകൻ പകർന്നാടിയത്. അതിലെ വിനായകന്റെ വേറിട്ട അഭിനയം ഇന്ത്യയിലുടനീളമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ജയിലർ സിനിമയിൽ വിനായകൻ പറയുന്ന ഒരു ജനപ്രിയ ഡയലോഗുണ്ട്, ഐ ആം 100% പ്രൊഫഷണൽ. അതുതന്നെയാണ് വിനായകന്റെ സിനിമാ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ഹി ഈസ് 100% പ്രൊഫഷണൽ.